ഫലസ്തീനിലെ ഗാസയോടുള്ള ലോകത്തിന്റെ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലയിലേക്ക് ഉയരുകയാണ്. വംശഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു ജനതയോടുള്ള പ്രതിഷേധം ലോകത്തെങ്ങും അലയടിക്കുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാളികളുടെ സംഘത്തോടൊപ്പം ചേർന്ന ഇറ്റാലിയൻ ആക്ടിവിസ്റ്റ് ടോമാസോയുടെ അനുഭവം മനുഷ്യന്റെയും വിശ്വാസത്തിന്റെയും ധീരതയുടെയും ഉദാത്ത മാതൃകയായി മാറുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ തടങ്കലിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ഷഹാദത്ത് ചൊല്ലുകയും ചെയ്തത്. ഒരു ജനതയെ സയനിസ്റ്റ് ഭീകര ഭരണകൂടം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വിശ്വാസം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ടോമാസോ തന്റെ ഐക്യദാർഢ്യം ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഗാസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട സ്വാതന്ത്ര്യ ഫ്ലോട്ടില്ല കപ്പലിൽ വെച്ച് ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത 450-ലേറെ ആക്ടിവിസ്റ്റുകളിൽ ഒരാളായിരുന്നു ടോമാസോ. തടങ്കലിലെ കഠിനമായ അനുഭവങ്ങളും ഒപ്പം കൂട്ടാളികളായി ഉണ്ടായിരുന്ന മുസ്ലിം സഹപ്രവർത്തകരുടെ നിഷ്കളങ്കമായ വിശ്വാസവും പ്രാർത്ഥനകളുമാണ് അദ്ദേഹത്തെ മതംമാറ്റത്തിലേക്ക് നയിച്ചത്. തുർക്കിയിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വികാരാധീനനായിട്ടാണ് അദ്ദേഹം തന്റെ അനുഭവം പങ്കുവച്ചത്. ഇസ്ലാം സ്വീകരിച്ച ആ നിമിഷം തനിക്കൊരു പുതുജന്മം ലഭിച്ചതുപോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വെളിച്ചം എന്നിലേക്ക് അണഞ്ഞതുപോലെയെന്നും കൂട്ടിച്ചേർത്തു. ഈ മാനസിക പരിവർത്തനത്തിന് കാരണമായ തുർക്കിയിൽ നിന്നുള്ള സഹപ്രവർത്തകരെ ആലിംഗനം ചെയ്താണ് അദ്ദേഹം തന്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഫ്ലോട്ടില്ലയിൽ ആയിരിക്കുമ്പോൾ പാലസ്തീൻ ജനതയ്ക്കും എന്റെ രാജ്യത്തിനും വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. കാരണം ഈ വംശഹത്യ ഇനിയും കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ തടങ്കലിൽ കഴിഞ്ഞ ദിനങ്ങൾ ഏറെ ദുഷ്കരവും ഭയവും നിറഞ്ഞതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പരസ്പരം ജീവൻ പണയം വെച്ച അവസ്ഥയിലൂടെയാണ് തങ്ങൾ കടന്നുപോയതെന്നും അദ്ദേഹം ഓർത്തെടുത്തു. തന്റെ സഹകാരികളിൽ ഭൂരിഭാഗം തുർക്കിയിൽ നിന്നുള്ള മുസ്ലിങ്ങളായിരുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. അവർ പ്രാർത്ഥിക്കുന്നതിനിടെ പോലീസ് കടന്നുവന്ന് പ്രാർത്ഥന തടസ്സപ്പെടുത്തി. അത് എതിർക്കണമെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം കണ്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഷഹാദത്ത് ചൊല്ലി. ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഒരു പുതിയ ജന്മം പോലെ തോന്നുന്നു. ഞാൻ സന്തോഷമാണ്. ടോമാസോയുടെ വാക്കുകളിൽ വിശ്വാസത്തിന്റെ ദൃഢതയുണ്ടായിരുന്നു. ടോമാസോയുടെ കൂടെ യാത്ര ചെയ്ത തുർക്കിക്കാരായ സഹയാത്രികർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഈ മാനസിക പരിവർത്തനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ച വേളയിൽ ടോമാസോ ശരീരം മുഴുവനും പച്ചകുത്തിയിട്ടുണ്ടെന്നും ദൈവം തന്റെ വിശ്വാസം സ്വീകരിക്കുമോ എന്നും സംശയം പ്രകടിപ്പിച്ചതായി സഹയാത്രികർ വെളിപ്പെടുത്തി. എന്നാൽ ദൈവം തീർച്ചയായും സ്വീകരിക്കുമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങളുമായി പുറപ്പെട്ട ഫ്ലോട്ടില്ല കപ്പൽ ഇസ്രായേൽ സൈന്യം തടയുകയും കപ്പലിൽ ഉണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. ആദ്യഘട്ടത്തിൽ 4 ഇറ്റാലിയൻ എംപിമാരെ ഇസ്രായേൽ കയറ്റി അയക്കുകയും അവർ റോമിലെത്തുകയും ചെയ്തു. തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം അനുസരിച്ച് ഫ്ലോട്ടില്ലയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത 137 ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേൽ മോചിപ്പിച്ച് തുർക്കിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇവർ തുർക്കിയിൽ നിന്ന് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങും. ഈ സംഘത്തിൽ 36 തുർക്കി പൗരന്മാരുണ്ട്. US, UAE, അൾജീരിയ, മൊറോക്കോ, ഇറ്റലി, കുവൈറ്റ്, ലിബിയ, മലേഷ്യ, മൗറിഷ്യാന, സ്വിറ്റ്സർലാൻഡ്, തുനീഷ്യ, ജോർദാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മോചിക്കപ്പെട്ട സംഘത്തിലുള്ളത്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനിയുടെ കണക്കനുസരിച്ച് 26 ഇറ്റാലിയൻ ആക്ടിവിസ്റ്റുകളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 15 ഇറ്റാലിയൻ ആക്ടിവിസ്റ്റുകൾ ഇപ്പോഴും ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. 450-ലേറെ ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേൽ ഫ്ലോട്ടില്ല കപ്പലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതെന്ന കണക്കുകൾ ബാക്കിയുള്ളവരുടെ മോചനം സംബന്ധിച്ച ആശങ്കകൾക്ക് വഴിവെക്കുന്നു. ടോമാസോയുടെ ഈ മാനസാന്തരം കേവലം ഒരു മതം മാറ്റം എന്നതിലുപരി പാലസ്തീൻ ജനതയുടെ നിലനിൽപ്പിനായി ലോകം നടത്തുന്ന പോരാട്ടത്തിന്റെ ആഴവും തീവ്രതയും വെളിപ്പെടുത്തുന്നു. വംശഹത്യയെ ചെറുക്കാൻ ജീവൻ പണയം വെച്ച് ഇറങ്ങിത്തിരിച്ച ടോമാസോ തന്റെ പ്രവൃത്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും പാലസ്തീൻ പ്രശ്നം കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ നീതിബോധമുള്ള മനുഷ്യർ ഏറ്റെടുക്കേണ്ട ഒരു ധാർമ്മിക പോരാട്ടമാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്.